ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, തന്റെ അടിമയെ ആകാശാരോഹണം നടത്തിയ റബ്ബ് എത്ര പരിശുദ്ധനാകുന്നു. തങ്ങളുടെ ശരീരം കൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ ഹദ്റത്തിലേക്ക് കടന്നു ചെന്നത്. അങ്ങനെ അല്ലാഹു അവന്റെ റസൂൽ തമ്മിൽ അടുത്തു, അമ്പും വില്ലും അടുത്തതുപോലെ. അല്ല, അതിനേക്കാൾ അടുത്തു, അതിനേക്കാൾ അടുത്തു. അല്ലാഹു അവന്റെ റസൂലിലേക്ക് നൽകാനുള്ളതെല്ലാം നൽകി. ഇനി നിങ്ങൾ ചിന്തിക്ക്, ആ തലത്തെ ഉൾക്കൊള്ളാൻ ആർക്ക് സാധിക്കും? അവിടെയാണ് മഹാന്മാരുടെ പവർ മനസ്സിലാക്കുന്നത്. അമ്പിയാക്കന്മാർക്ക് നൽകപ്പെടാത്ത സ്ഥാനം നൽകപ്പെട്ടവരാണ് ബഹുമാനമുള്ള അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു, ബഹുമാനമുള്ള ആലമിന്റെ കുത്തുബ് ശൈഖുനാ മുഹമ്മദ് ബിൻ ബക്കറി മദഊരി റളിയല്ലാഹു അൻഹു. അമ്പിയാക്കന്മാർ ശ്രേഷ്ഠരാണെങ്കിലും അവർക്ക് നൽകപ്പെടാത്ത ഒരു പദവി ഇവർക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ച മയ്യിത്തിനോട് പറഞ്ഞത്, നിങ്ങൾ അല്ലാഹുവിന്റെ അനുമതിയോടെ എഴുന്നേൽക്കൂ എന്നാണെങ്കിൽ സയ്യിദുനാ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്റെ അനുമതിയോടെ എഴുന്നേൽക്കൂ എന്നാണ്. ചരിത്രം ഇവിടെ വ്യക്തമാണ്. കാരണം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ് ലാത്തിയായ തജല്ലി ഈ ലോകത്തേക്ക് വന്നത്. ഇസ്തിലാഹിയായിട്ട് പറഞ്ഞാൽ ലാത്തിന്റെ തജല്ലി, അല്ലാഹുവിന്റെ പരിശുദ്ധ ലാത്തിന്റെ തജല്ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലാത്തിലൂടെയാണ് ഈ ലോകത്തേക്ക് അവതീർണമായത്. അതുവരെ വന്ന മുഴുവൻ അമ്പിയാക്കന്മാരും ഔസാഫിന്റെ തജല്ലിയായിരുന്നു. മുത്ത് റസൂലുള്ളാഹിയിലൂടെയാണ് ലാത്തിന്റെ തജല്ലി ലോകത്തേക്ക് വന്നത്. ആ റസൂലുള്ളാഹിന്റെ അനന്തര അവകാശികളായി മാറിയതുകൊണ്ടാണ് ആ അമ്പിയാക്കന്മാർക്ക് പോലും നൽകപ്പെടാത്ത ലാത്തിയായ തജല്ലി നൽകപ്പെട്ടവരാണ് ബഹുമാനമുള്ള മശായിഖന്മാർ. അതുകൊണ്ട് അവരുടെ കലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉന്നതമായ ആ തലങ്ങളിൽ നിന്നുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളാണ് അവർ പറയുന്നത്. റസൂലുള്ളാഹിന്റെ പവറാണ് അവർ പറയുന്നത്. വബി ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി, വബി ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി, സർവ്വലോക പ്രപഞ്ചത്തിലും നടക്കുന്നതും നടക്കാനിരിക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടത് ലൗഹും ഖലമുമാണ്. ലൗഹും ഖലമും രേഖപ്പെടുത്തപ്പെട്ട മുഴുവൻ കഴിവുകളും നബിയെ അവിടുത്തെ ഇൽമിൽ നിന്നുള്ള തുച്ഛമാണ് നബിയെ, അവിടുത്തെ ഇൽമിൽ നിന്നുള്ള തുച്ഛമാണ് നബിയെ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാതെ ഒരു അണു പോലും ചലിക്കുകയില്ലെന്ന് വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ. അവനാണ് യഥാർത്ഥ സത്യവിശ്വാസി. മുത്ത് റസൂലുള്ളാഹി അറിയാതെ പ്രപഞ്ചത്തിൽ എവിടെ ഒരു തരി പോലും ചലിക്കുകയില്ല. മുത്ത് റസൂലുള്ളാഹി അറിയാതെ പ്രപഞ്ചത്തിൽ എവിടെയും ഒരു തരി പോലും ചൂതിലാവുകയില്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നബിയെ സർവ്വലോകങ്ങൾക്കും പ്രപഞ്ചങ്ങൾക്കും കാരുണ്യമായിട്ടല്ലാതെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല നബിയെ. മുത്ത് റസൂലുള്ളാഹി അറിയാതെ ഒരു ഇടം ചലിക്കുകയില്ല. മുത്ത് റസൂലുള്ളാഹി അറിയാതെ ഒരു മണ്ഡലി ലോകത്തില്ല. മുത്ത് റസൂലുള്ളാഹി അറിയാതെ ഒരു ശ്വാസം പോലും ലോകത്തിൽ നടക്കുന്നില്ല. ആ ഹബീബായ മുത്ത് റസൂലുള്ളാഹിന്റെ പവറാണ് സയ്യിദുനാ ഗൗതമ പറഞ്ഞത്. സയ്യിദുനാ ആലമിന്റെ കുത്തുബ് പറഞ്ഞത് എന്റെ വാസസ്ഥലം റൗളയാകുന്നു, എന്റെ വാസസ്ഥലം റൗളയാകുന്നു എന്ന് പറയാനുള്ള കാരണം അതാണ്. ആ സംസാരം ഹബീബിന്റെ സംസാരമാണ്. നിങ്ങൾ നിഷേധിക്കുന്നത് ഹബീബിനെയാണ്, നിങ്ങൾ കളവാക്കുന്നത് ഹബീബിനെയാണ്, നിങ്ങൾ അവിശ്വസിക്കുന്നത് ഹബീബിനെയാണ്. ഹബീബിന്റെ പ്രവാചകന്റെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള റാത്തിയായ തജല്ലിയാണത്. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ അറിവാക്കന്മാരോട് ചോദിച്ചുകൊള്ളുവീരേ, അറിവാക്കന്മാരോട് ചോദിച്ചുകൊള്ളുവീരേ. അല്ലാഹുവിന്റെ തജല്ലിക്ക് അഫ്ആലിന്റെ തജല്ലിയെന്നും സിഫാത്തിന്റെ തജല്ലിയെന്നും റാത്തിന്റെ തജല്ലിയുമെന്ന മൂന്ന് തലങ്ങളാണ് അല്ലാഹുവിന്റെ തജല്ലിക്കുള്ളത്. അതാണ് മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റാത്തിന്റെ തജല്ലിയാണ് ലോകത്തിൽ വെളിവായത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹിക്ക് നൽകപ്പെട്ട ഏറ്റവും ഉന്നതമായ